കേരളത്തിലെ വയനാടിന്റെ മലനിരകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമമായിരുന്നു പൊഴുതന. മഞ്ഞു മൂടിയ പ്രഭാതങ്ങളും പച്ചപ്പാർന്ന കുന്നുകളും മഴയുടെ സംഗീതവും ആ ഗ്രാമത്തിന്റെ പ്രത്യേകതകളായിരുന്നു. ആ ഗ്രാമത്തിലായിരുന്നു അഭിനവ് താമസിച്ചിരുന്നത്. അവൻ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം ക്യാമറയിൽ പകർത്തുക എന്നതായിരുന്നു അവന്റെ ജീവിതം. എന്നാൽ ക്യാമറയ്ക്ക് പിന്നിൽ എപ്പോഴും ഒരു ഏകാന്തത അവനെ പിന്തുടർന്നിരുന്നു. അഭിനവിന്റെ അമ്മ അവൻ ചെറുപ്പത്തിലിരിക്കുമ്പോൾ മരിച്ചിരുന്നു. അച്ഛൻ ഒരു കർഷകൻ. മകനെ വളർത്താൻ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ടുതന്നെ അഭിനവ് അധികം ആളുകളുമായി അടുത്തിടപഴകാറില്ലായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലേക്ക് പുതിയൊരു പെൺകുട്ടി വന്നു. അവളുടെ പേര് അനഘ. തിരുവനന്തപുരം സ്വദേശിനിയായ അവൾ ഗ്രാമത്തിലെ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപികയായി ജോലിക്ക് എത്തിയതാണ്. ഗ്രാമത്തിലെ ആദ്യ ദിവസം തന്നെ അവൾ വഴിതെറ്റി. മഴ പെയ്യുന്ന ഒരു വൈകുന്നേരം. കയ്യിൽ ഒരു ബാഗും മുഖത്ത് ചെറിയ ആശങ്കയും. അപ്പോൾ ഒരു ജീപ്പ് അവളുടെ അടുത്ത് നിർത്തി. ഡ്രൈവിംഗ് സീറ്റിൽ അഭിനവ്. എവിടേക്കാണ് പോകേണ്ടത് അവൻ ചോദിച്ചു. അനഘ സ്കൂളിന്റെ പേര് പറഞ്ഞു. അഭിനവ് ചിരിച്ചു. നിങ്ങൾ എതിർദിശയിലേക്കാണ് നടക്കുന്നത്. അവൾ ലജ്ജിച്ചു. കേറൂ, ഞാൻ അവിടെ ഇറക്കാം. ആ യാത്രയാണ് അവരുടെ കഥയുടെ തുടക്കം. ദിവസങ്ങൾ കടന്നുപോയി. അനഘയ്ക്ക് ഗ്രാമജീവിതം വളരെ ഇഷ്ടമായി. രാവിലെ മഞ്ഞ്, വൈകുന്നേരത്തെ മഴ, കാടുകളുടെ നിശബ്ദത, എല്ലാം അവൾക്ക് പുതിയ അനുഭവമായിരുന്നു. അഭിനവ് പലപ്പോഴും അവളെ ഗ്രാമത്തിന്റെ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒരു ദിവസം അവർ ഒരു വെള്ളച്ചാട്ടത്തിനരികിൽ നിന്നു. അനഘ ചോദിച്ചു, നീ ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു? അഭിനവ് ചിരിച്ചു. ഞാൻ സ്ഥലങ്ങളെ കണ്ടെത്തുന്നില്ല. പിന്നെ അവ എന്നെ കണ്ടെത്തുന്നു. അവൾ പൊട്ടിച്ചിരിച്ചു. ആ ചിരി കേൾക്കുമ്പോൾ അഭിനവിന്റെ ഹൃദയത്തിൽ എന്തോ സംഭവിച്ചു. ആ ദിവസത്തിനു ശേഷം അവൻ ഓരോ ദിവസവും അവളെ കാണാൻ ആഗ്രഹിച്ചു. അനഘയ്ക്കും അതേ അവസ്ഥയായിരുന്നു. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് ഇരുവരും മലമുകളിലേക്ക് പോയി. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ആകാശം ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ തിളങ്ങി. എനിക്ക് ഒരു സ്വപ്നമുണ്ട്, അനഘ പറഞ്ഞു. എന്താണ്? ഒരു ദിവസം ഒരു പുസ്തകം എഴുതണം. എന്തിനെക്കുറിച്ച്? അവൾ കുറച്ചുനേരം ആലോചിച്ചു. സ്നേഹത്തെക്കുറിച്ച്. അഭിനവ് അവളെ നോക്കി. അപ്പോൾ അതിന് നല്ലൊരു നായകൻ വേണം. നായികയും. ഇരുവരും ചിരിച്ചു. ആ നിമിഷം മുതൽ അവരുടെ ഹൃദയങ്ങൾ കൂടുതൽ അടുത്തു. മാസങ്ങൾ കടന്നു. അവർ ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോഡിയായി. പക്ഷേ അവർ പരസ്പരം സ്നേഹം തുറന്നു പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം കനത്ത മഴ പെയ്തു. അനഘ സ്കൂളിൽ കുടുങ്ങി. അഭിനവ് അവളെ കൂട്ടാൻ എത്തി. മഴയിൽ അവർ ഒരേ കുടയ്ക്കുള്ളിൽ നടന്നു. കാറ്റ് ശക്തമായി വീശി. അനഘ തണുത്ത് വിറയ്ക്കുകയായിരുന്നു. അഭിനവ് തന്റെ ജാക്കറ്റ് അവൾക്ക് നൽകി. നിനക്ക് തണുക്കില്ലേ? അവൾ ചോദിച്ചു. നീ തണുക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ മനസ്സിലാക്കി, താൻ അവനെ സ്നേഹിക്കുന്നുവെന്ന്. അടുത്ത ദിവസം അവൾ അവനെ കാണാൻ പോയി. പക്ഷേ അവിടെ അവളെ കാത്തിരുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. അഭിനവിന്റെ അച്ഛന് ഗുരുതരമായ അസുഖം. ചികിത്സയ്ക്കായി വലിയ തുക ആവശ്യമായിരുന്നു. അഭിനവ് തന്റെ സ്വപ്നങ്ങൾ എല്ലാം മാറ്റിവെച്ച് അച്ഛന്റെ ചികിത്സയ്ക്കായി പോരാടാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നു. സാഹചര്യങ്ങൾ മോശമായി. അവസാനം അഭിനവിന് ദുബായിൽ ഒരു ജോലി ലഭിച്ചു. ഉയർന്ന ശമ്പളം. അച്ഛന്റെ ചികിത്സയ്ക്കുള്ള ഏക വഴി. പക്ഷേ അതിന് ഒരു വിലയുണ്ടായിരുന്നു. അനഘയെ വിട്ടുപോകണം. പോകുന്ന ദിവസം അവർ ആദ്യമായി തങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ. മഴ പെയ്യുന്ന വൈകുന്നേരം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അഭിനവ് പറഞ്ഞു. അനഘ കരഞ്ഞുകൊണ്ട് ചിരിച്ചു. ഞാനും. എന്നെ കാത്തിരിക്കുമോ? ജീവിതകാലം മുഴുവൻ. ട്രെയിൻ പതുക്കെ നീങ്ങി. അഭിനവ് അകന്നു. അനഘ ഒറ്റയായി. വർഷങ്ങൾ കടന്നു. അഭിനവ് വിദേശത്ത് കഠിനാധ്വാനം ചെയ്തു. അച്ഛന്റെ ചികിത്സ വിജയിച്ചു. പക്ഷേ ജീവിതം വീണ്ടും ഒരു പരീക്ഷണം ഒരുക്കിയിരുന്നു. ഒരു ദിവസം അപകടത്തിൽ അഭിനവിന് ഗുരുതരമായി പരിക്കേറ്റു. അവൻ മാസങ്ങളോളം ആശുപത്രിയിലായിരുന്നു. അനഘയ്ക്ക് ആ വിവരം അറിയില്ലായിരുന്നു. അവന്റെ സന്ദേശങ്ങൾ നിലച്ചു. കോളുകൾ അവസാനിച്ചു. അനഘ കരുതി അവൻ തന്നെ മറന്നെന്ന്. അവളുടെ ഹൃദയം തകർന്നു. പക്ഷേ അവൾ മറ്റാരെയും വിവാഹം കഴിച്ചില്ല. കാരണം അവളുടെ ഹൃദയത്തിൽ ഇപ്പോഴും അഭിനവ് ഉണ്ടായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഒരു മഴയുള്ള വൈകുന്നേരം അനഘ തന്റെ വീട്ടുമുറ്റത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാർ വന്ന് നിർത്തി. വാതിൽ തുറന്നു. പുറത്തിറങ്ങിയത് അഭിനവ്. അവളുടെ കണ്ണുകൾ വിശ്വസിച്ചില്ല. അഭിനവ്. അവൻ ചിരിച്ചു. പക്ഷേ കണ്ണുകളിൽ കണ്ണുനീർ. ക്ഷമിക്കണം.
അനഘ ഓടിവന്ന് അവനെ ചേർത്തു പിടിച്ചു. രണ്ടുപേരും കരഞ്ഞു. വർഷങ്ങളുടെ വേദന ആ കണ്ണീരിൽ ഒഴുകിപ്പോയി. പിന്നീട് അഭിനവ് എല്ലാം പറഞ്ഞു. അപകടത്തെക്കുറിച്ച്, ആശുപത്രിയെക്കുറിച്ച്, പോരാട്ടത്തെക്കുറിച്ച്. അനഘ അവന്റെ കൈ മുറുകെ പിടിച്ചു. നീ തിരിച്ചു വന്നല്ലോ. കാരണം എന്റെ ഹൃദയത്തിന്റെ വഴി എപ്പോഴും ഇവിടേക്കാണ്. 1 വർഷത്തിനു ശേഷം അവർ വിവാഹിതരായി. അവരുടെ വിവാഹ ദിവസവും മഴ പെയ്തു. ഗ്രാമക്കാർ പറഞ്ഞു, മഴ ഇവരുടെ ഭാഗ്യമാണ്. അനഘ ചിരിച്ചു. അഭിനവും. കാരണം അവർക്ക് അറിയാമായിരുന്നു, യഥാർത്ഥ സ്നേഹം എത്ര ദൂരം പോയാലും എത്ര പരീക്ഷണങ്ങൾ വന്നാലും ഒടുവിൽ ഹൃദയത്തിന്റെ വഴിയിലൂടെ തിരികെ എത്തും. അവരുടെ കഥ അവിടെ അവസാനിച്ചില്ല. അത് അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ആരംഭിച്ചത്.